ഹരി ഓം. ഭാഗവതം പഞ്ചമസ്കന്ധം 16-ാമത്തെ അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ പഞ്ചമസ്കന്ധേ ഷോഡശോऽധ്യായഃ. ഹരി ഓം. ഹരി ഓം. ഇപ്പം ഇത്തിരി കൂടുതലുള്ള ഇതാണ്. 30 ശ്ലോകങ്ങളുണ്ട് കേട്ടോ. ഷോഡശോऽധ്യായഃ. രാജോവാച ഉക്തസ്ത്വയാ ഭൂമണ്ഡലയാമവിശേഷോ ഭൂമണ്ഡലായാമ തെറ്റുന്നത്. ഉക്തസ്ത്വയാ ഭൂമണ്ഡലായാമവിശേഷോ യാവദാദിത്യസ്തപതി യത്ര ചാസൗ ജ്യോതിഷാം ഗണൈഃ ചന്ദ്രമാ വാ സഹ ദൃശ്യത്തെ. യാവദാദിത്യസ്തപതി, യാവത് ആദിത്യ തപതിയാണ്. ആദിത്യ സൂര്യൻ, യാവത് തപതി ഏതുവരെ എങ്ങനെയൊക്കെ തപിക്കുന്നുവോ, ചൂട് ഉണ്ടാക്കുന്നുവോ, എത്ര ആ വിധത്തിൽ ആ ഭാഗത്തിൽ ജ്യോതിഷാംഗണൈ സഹ ജ്യോതിഷ നക്ഷത്ര തേജോഗോളങ്ങളോടുകൂടി ഗണൈ ജ്യോതിഷ ഒരു കൂട്ടമായിട്ട് ചന്ദ്രമാ വാ ചന്ദ്രനാകട്ടെ ദൃശ്യത കാണപ്പെടുന്നുവോ, ചന്ദ്രൻ എങ്ങനെ കാണപ്പെടുന്നുവോ, ഭൂമണ്ഡലായാമ വിശേഷ ഭൂമണ്ഡലത്തിൻ്റെ ആയാമം ദൈർഘ്യവും വിസ്താരവും ത്വയാ അങ്ങയാൽ പറയപ്പെട്ടു. ഇത്രയേ ഉള്ളൂ. ഞാൻ വായിച്ചു പോകാനാണ് ഉദ്ദേശിച്ചത്, എന്നാൽ ഇത്രയൊന്ന് പറഞ്ഞു പോകാം. അതായത് ഭൂമണ്ഡലത്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചും ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും കാര്യത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ഈ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ സൂര്യനും ഭൂഗോളവും ചന്ദ്രനുമൊക്കെ ആയിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ടെന്ന് നമ്മുടെ ജ്യോതിശാസ്ത്ര വിശാരദന്മാർക്ക് അറിയാമായിരുന്നു. അത് ബ്രിട്ടീഷുകാരോ അല്ലെങ്കിൽ പാശ്ചാത്യരോ കണ്ടുപിടിച്ചതൊന്നുമല്ല. നമ്മുടെ 5000 വർഷങ്ങൾക്ക് മുമ്പേ അറിയാമായിരുന്നു. അപ്പോൾ അടുത്ത കാലത്ത് അറിഞ്ഞതായിട്ടും അവിടുത്തെ സയൻസ് പുരോഗമിച്ചായിട്ട്, അടുത്ത കാലത്തല്ല എന്നാലും നമ്മളിപ്പോൾ പറയുന്നതിനേക്കാൾ പിന്നീട് കണ്ടുപിടിച്ചതായിട്ടാണ് ബാക്കിയുള്ളതൊക്കെ വെച്ചിരിക്കുന്നത്. പക്ഷേ ഭാഗവതത്തിൽ അത് അത്രയും വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്, വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാതെ തമാശായിട്ടോ എവിടെയെങ്കിലും ഒരു വാചകം കേട്ടോ ഒന്നുമല്ല. വലിയ കുറേ അധ്യായങ്ങൾ ആ ഭൂഗോളത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഗോളമായ ആകൃതിയിലാണെന്ന് തന്നെ അറിയാമായിരുന്നു, ഉരുണ്ടതാണെന്ന് നമ്മുടെ ആളുകൾക്ക് അറിയാമായിരുന്നു. അത്രയൊന്നും അറിഞ്ഞു വെക്കുക കേട്ടോ, നമ്മൾ വെറും മോശക്കാരല്ല. രാജോവാചയാണ്, രാജാവ് ചോദിക്കാം. അത് കഥ പോരുവാ ഇങ്ങോട്ട്. ഭൂമണ്ഡലത്തിൻ്റെ വിസ്താരവും ദൈർഘ്യവും ആ സൂര്യപ്രകാശവും എങ്ങനെ വ്യാപിക്കുന്നു അത്രത്തോളം അടങ്ങിയ ഭാഗവും, അതുപോലെ ജ്യോതി ഗണങ്ങളോടുകൂടി ചന്ദ്രൻ കാണപ്പെടുന്ന ആ ഒരു ഊർധ്വലോകം, വേറൊരു ലോകം തന്നെ വരെയും അങ്ങയാൽ പറഞ്ഞല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തത്രാപി പ്രിയവ്രത രഥചരണ പരിഘാതൈ സപ്തഭി സപ്തസിന്ധവ ഉപക്ലിപ്ത ഏതസ്യ സപ്തദ്വീപവിശേഷ വികൽപ്പസ്ത്വയാ ഭഗവൻ ഖലു സൂചിത ഏതദേവാഖിലമഹം മാനതോ ലക്ഷണതശ്ച സർവം ജിജ്ഞാസാമി. ഇത് കേൾക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയാം. തത്രാപി പ്രിയവ്രത രഥചരണ പരിഘാതൈ സപ്തഭി, അതായത് പ്രിയവ്രതൻ എന്ന രാജാവിൻ്റെ ചക്രങ്ങൾ കൊണ്ടുണ്ടായ 7 കിടങ്ങുകൾ കൊണ്ട് എങ്ങനെയാ സപ്തസിന്ധവ 7 സമുദ്രങ്ങൾ ഉപക്ലിപ്ത ഉണ്ടാക്കപ്പെട്ടു എന്നും ഉക്ത്വ എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടു. യാതൊന്ന് കാരണമായിട്ട് സപ്തദ്വീപ വിശേഷ വികൽപ്പ 7 ദ്വീപ
വിശേഷങ്ങളുടെ ഓരോ വിഭാഗങ്ങളുടെയും അതിനെ തീരുമാനിക്കുന്നത് ആ ഭഗവാനായുള്ള ആളെ അങ്ങയാൽ സൂചിപ്പിക്കപ്പെട്ടുവല്ലോ. അതിനെക്കുറിച്ചൊന്ന് മെൻഷൻ ചെയ്തല്ലോ. ഏതത് ഏവ, ഈ കാര്യത്തെ തന്നെ മാനത എന്ന് പറഞ്ഞാൽ ഒരു അളവിൻ്റെ കാര്യം, അളവ് കൊണ്ടും ലക്ഷണം കൊണ്ടും എല്ലാം എല്ലാം വിജിജ്ഞാസാമി വിശേഷമായി അറിയാൻ ആഗ്രഹിക്കുന്നു. ഇത്രയൊക്കെ പറഞ്ഞല്ലോ, പക്ഷേ അതൊന്ന് വിശേഷമായി എന്ന് വെച്ചാൽ കുറച്ചുകൂടെ വിവരിച്ച് വിശദമായി ഒന്നറിഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. തത്രാപി പ്രിയവ്രതചരണപരിഘാതൈ സപ്തസിന്ധവ ഉപക്ലിപ്ത ഏതസ്യ സപ്തദ്വീപവിശേഷ വികൽപ്പത്വയാ വെട്ടിക്കളഞ്ഞില്ലേ, വികൽപ്പസ്ത്വയ എന്ന് വായിക്കാൻ പറ്റുന്നവർക്ക് വായിക്കാം. വിശേഷ വികൽപ്പ കഴിഞ്ഞ് നിർത്തുവാണെങ്കിൽ പിന്നെ ത്വയാന്നേ വായിക്കാവുള്ളൂ. വികൽപ്പസ്ത്വയ എന്ന് വായിക്കരുത്, അല്ലെങ്കിൽ വികൽപ്പസ്ത്വയ എന്ന് ഒന്നിച്ച് വായിക്കണം. അപ്പം ഇവിടെ ഏതസ്യ സപ്തദ്വീപ വിശേഷ വികൽപ്പ, അത് കഴിയുമ്പോൾ നമുക്കൊന്ന് നിർത്തണമെന്ന് തോന്നും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ത്വയാന്നങ്ങ് വായിച്ചാൽ മതി, വെട്ടിക്കളഞ്ഞേക്കാൻ. ഭഗവാൻ ഖലു സൂചിത ഏതദേവ അഖിലം അഹം ഞാൻ മാനതോ ലക്ഷണതശ്ച സർവം വിജിജ്ഞാസാമി. 3 ഭഗവതോ ഗുണമയേ സ്ഥൂലരൂപ ആവേശിതം മനോഹി ആഗുണേപി സൂക്ഷ്മതമാത്മജ്യോതിഷി പരേ ബ്രഹ്മണി ഭഗവതി വാസുദേവാഖ്യേ ക്ഷമം നാക്കുക, പിന്നെ ആവേശിതും തതു ഹൈതത് ഗുരോർഹസി അനുവർണയിതും ഇതി. അർഹസിയാണ്. ഗുരുവായുള്ളവരെ ഗുരോ അർഹസി അനുവർണയിതും ഇതി. ഭഗവതോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഭഗവാന്റെ ഗുണമയേ ഗുണാത്മകമായ സ്ഥൂലമായ രൂപത്തിൽ ആവേശിതം മനോഹി അഗുണേപി മനഃ അഗുണേ അപി ഗുണസംബന്ധമല്ലാത്ത സൂക്ഷ്മതമേ വളരെ സൂക്ഷ്മമായ വളരെ ചെറുതായ സൂക്ഷ്മതമ, ഇവിടെ സൂക്ഷ്മതമ എന്ന് തന്നെ എഴുതിയിരിക്കുന്നത്. ചില പുസ്തകത്തിൽ സൂക്ഷ്മതമയെ ഒന്നിച്ച് പറയുമ്പോൾ ഇത് പിരിച്ചെഴുതിയിരിക്കുന്നുണ്ട് സൂക്ഷ്മതമ എന്നത്. സൂക്ഷ്മതമേത്മജ്യോതിഷി എന്ന് പറയാം. അതുകൊണ്ട് അത് സൂക്ഷ്മതമേ ജ്യോതിഷി ആത്മജ്യോതിഷി ഭഗവതി വാസുദേവൻ എന്ന പേരോട് കൂടിയതുമായ പരേ ബ്രഹ്മണി അഭി പരബ്രഹ്മത്തിലും ആവേശിതും പ്രവേശിക്കുന്നതായിട്ടുണ്ട്. കണ്ടോ, വേശിതും എന്ന് പറഞ്ഞതിന് ആവേശിതും അത് പ്രവേശിക്കുന്നവനായിട്ട് രാമായണത്തിൽ പറഞ്ഞ ആലയം എന്നുള്ളത് ആ വാക്കിനകത്ത് വരുന്നപോലെ ലയിക്കുന്നത് വരെ എന്നുള്ള അർത്ഥത്തിലാണ്. ആ ബ്രഹ്മപ്രളയാന്തം, ബ്രഹ്മാവിൻ്റെ ആ പ്രളയം വരെ, അങ്ങനെ വാക്കുണ്ട്. ആപാദചൂടം, ഇതിനകത്തും ആ വാക്ക് വരുന്നുണ്ട്. അങ്ങനെ കുറേ വാക്കുകൾ ഞാൻ ഇന്നലെ ഓർത്ത് കേട്ടോ, ആ കൂട്ടി പറയുന്നതിന്. ആദിമധ്യാന്തം ഇല്ലേ, ആദ്യം മുതൽ മധ്യം വരെ, അതുകൊണ്ട് ലയിക്കുന്നത് വരെ ആലയം, ആ അർത്ഥത്തിലാണ് അവിടെ ആലയം വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അഹം എന്ന് വരാം നമ്മൾ പറഞ്ഞത്, ഇന്നലെ രാമായണത്തിൽ പറഞ്ഞത്. വേറെ കാര്യമാണ്, ഇവിടെ വിഷയമല്ല. തതു ഹൈതത് ഗുരോർ അർഹസി അനുവർണയിതും ഇതി. ഗുരോർഹസി ആകട്ടോ, അത് പ്രശ്ലേഷം ഇവിടെ കിടപ്പുള്ളതുകൊണ്ട് അങ്ങനെ ഓർക്കണം. പിന്നെ അനുവർണയിതും ഇതി എന്ന് വായിക്കണം. ഋഷിരുവാച നവൈ മഹാരാജ ഭഗവതോ മായാഗുണവിഭൂതേ കാഷ്ഠാം മനസാ വചസാ വാ അധിഗന്തും അലം.
വിബുധായുഷാപി പുരുഷസ്തസ്മാത് പ്രാധാന്യേനൈവ പ്രാധാന്യേന ഏവയാണ് പ്രാധാന്യേനൈവ ആയത്. ഭൂഗോളക വിശേഷം നാമരൂപ എല്ലാത്തിനും കോമ ഇടണേ. നാമരൂപമാന ലക്ഷണതോ വ്യാഖ്യാസ്യാമഹ. പിന്നെ യോ വായം ദ്വീപ കുവലയ കമല കോശാഭ്യന്തരകോശോ. കമല കഴിഞ്ഞും കോമയുടെ കുവലയ കമല കോശാഭ്യന്തരകോശോ. നിയുത യോജന വിശാല സമവർത്തുളോ യഥാ പുഷ്കരപത്രം. യോ വാ അയം ദ്വീപ. കണ്ടോ, വാ അയം ദ്വീപയാണ് ഇവിടെ. അയം ദ്വീപഃ, ഈ ദ്വീപം. യോ വാ അയം ദ്വീപഃ, ഈ എന്നുള്ള അർത്ഥമേ അവിടെ അയം എന്നുള്ളതിന് വരുന്നുള്ളൂ. അയം എന്നുള്ള വാക്ക് ഇന്നലത്തെ കാര്യമാണ്, രാമായണത്തിലെ കാര്യം പറഞ്ഞതാണ് ഞാൻ. അയം ദ്വീപ, ഈ ദ്വീപം. അയം ദ്വീപ. വാ യാതൊന്ന് അത്. കുവലയ മലയ കോശാഭ്യന്തരകോശ. കുവലയ കമല കോശാഭ്യന്തരകോശോ. നിയുത യോജന വിശാല സമവർത്തുളോ. സമവർത്തുള എന്ന് വെച്ചാൽ നല്ല തന്നെ വൃത്താകൃതിയും ഉള്ളതാകുന്നു എന്നാ. യഥാ പുഷ്കരപത്രം. പുഷ്കരം താമര, പുഷ്കരപത്രം താമരയില എന്ന പോലെ. അത് അഭ്യന്തരകോശ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ഉള്ളിലെ ഭാഗമെന്ന് വ്യാഖ്യാനിക്കുന്നതാണ് നമുക്കൊരു ചേർച്ച വരുന്നത്. അപ്പോൾ വൃത്താകൃതിയിലുള്ള ജംബൂദ്വീപവും ചുറ്റും ഇങ്ങനെ ഓരോ ഇതളുകൾ പോലെ നിൽക്കുന്ന ഓരോ ദ്വീപുകളും എന്ന് അർത്ഥത്തിലെടുക്കാം. ഭൂഗോള വർണ്ണനയായതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് വായിക്കാൻ പഠിച്ചാൽ മതിയത്. യസ്മിൻ നവവർഷാണി എന്നാണ്. യസ്മിൻ നവ അല്ല, യസ്മിൻ നവ വർഷാണി. 9 വർഷം കൊണ്ട് ഖണ്ഡങ്ങൾ, 9 ഖണ്ഡം. യസ്മിൻ നവ എന്നാക്കണം. യസ്മിൻ നവ നാന്ന് തന്നെ വായിക്കണം, ടിക്കിട്ടാൽ മതി, അപ്പം വായിച്ചോളും. വർഷാണി നവയോജന സഹസ്രായാമാനി അഷ്ടഭിർ മര്യാദാഗിരിഭി. നവയോജന സഹസ്രായാമാനി സഹസ്രായാമാനി കേട്ടോ. 9,000 യോജന വിസ്താരമുള്ള. അഷ്ടഭിർ, അവിടെ യാമാനി കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പറേ നമ്മൾ ഇഷ്ട മാത്രമേ ഉള്ളൂ, അവിടെ ആ എഴുതി ചേർക്കണം. ആ നീ എന്ന് പറഞ്ഞുകൊണ്ട് നവയോജന സഹസ്രയാമാനി അഷ്ടഭിർ എന്നാ. അപ്പോൾ യാമാനി എന്ന് നമ്മൾ പറഞ്ഞു കഴിയുമ്പം ഇപ്പറേ ആ കൂടി ആ ഇഷ്ടായുടെ കൂട്ടത്തിൽ എഴുതിക്കോ. അഷ്ടഭിർ മര്യാദാഗിരിഭി സുവിഭക്താനി ഭവന്തി. നന്നായി വിഭജിക്കപ്പെട്ടവയാകുന്നു, ഖണ്ഡങ്ങളായിട്ട് തിരിച്ചവയാകുന്നു എന്ന്. 7 യേഷാം മധ്യേ ഇളാവൃതം നാമാഭ്യന്തരവർഷം. യസ്യ നാമാഭ്യന്തരവർഷം ഇളാവൃതം എന്ന പേരായത് ആഭ്യന്തരവർഷം. ആഭ്യന്തരവർഷം അങ്ങനെ വായിച്ചു. അപ്പം ഒട്ടും തെറ്റുകയില്ല. ഇന്നലത്തെ പ്രശ്നം പോലെയുള്ളതൊന്നും തോന്നത്തില്ല. ചെറിയ കാര്യമാണെങ്കിൽ അത് വലിയ കാര്യമായി. ഇപ്പം മനസ്സിലായില്ലേ? ആഭ്യന്തരവർഷം. മതി. പിന്നെ ആ മായുടെയും അഭ്യായുടെയും ഇടയ്ക്ക് ഒരു ആ എഴുതി ചേർക്കുക. ആഭ്യന്തരവർഷമാണ്. കഴിഞ്ഞ് കോമായിട്ടോ. പിന്നെ ആഭ്യന്തരവർഷം വേറൊരു വാക്കായിട്ടും പറഞ്ഞാൽ നല്ല വൃത്തിയായിരിക്കും. ആഭ്യന്തരവർഷം യസ്യ നാഭ്യാം അവസ്ഥിത സർവദാ സൗവർണ കുലഗിരിരാജോ
മേരുർ ദ്വീപായാമാസ ഉന്നാഹ ദീപായാമാസമുന്നാഹ അതായത് ഒരു ദ്വീപിൻ്റെ ദ്വീപായാമാസ ആ വീതിയോളം ഉയരമുള്ളത്. കുവലയ കമലസ്യ കർണികാഭൂത കുവലയ കമലസ്യ ദ്വീപായാമാസ മുന്നാഹ ആണ്. മുന്നാഹ എന്ന് വായിക്കുമ്പോൾ എന്ന് വായിച്ചോണം അവിടെ. കർണികാഭൂത കുവലയ കമലസ്യ ഭൂമിയാകുന്ന താമരപ്പൂവിൻ്റെ കർണികയായിരിക്കുന്നതുമാകുന്നു. അത്രയേ ഉള്ളൂ. യേഷാം മധ്യേ ഇളാവൃതം നാമ ആഭ്യന്തരവർഷം യസ്യ നാഭ്യാം അവസ്ഥിത സർവത സ്വവർണ കുലഗിരിരാജോ മേരുർ ദ്വീപായാമാസമുന്നാഹ കർണികാഭൂത കുവലയ കമലസ്യ. ഇനി അടുത്തത് മൂർധനി 32 സഹസ്രയോജനവിതതോ മൂലേ 16 താവതാന്തർഭൂമ്യാം പ്രവിഷ്ടഃ. മൂർധനി ശിരസിൽ 32 സഹസ്രവിതത ആ വിസ്താരത്തിനെക്കുറിച്ച് പറയുന്നതേ ഉള്ളൂ. വിസ്താരം മൂലഭാഗത്ത് ഏറ്റവും അടിഭാഗത്ത് 16 16,000 യോജനയും അന്തർഭൂമിയും ഭൂമിയുടെ ഉള്ളിലും താവതാ പ്രവിഷ്ട അത്ര വിസ്താരത്തിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നുകൂടെ വായിക്കാം. മൂർധനി 32 എന്ന് പറഞ്ഞാൽ 32,000 32,000 സഹസ്രം 32,000 അപ്പം 32,000 32 സഹസ്ര യോജനവിതതോ മൂലേ 16 എന്ന് പറഞ്ഞാൽ 16 16 സഹസ്രം എന്ന് പറയുമ്പോൾ 1000 അപ്പോൾ 16,000 താവതാന്തർഭൂമ്യാം പ്രവിഷ്ടഃ. വലിപ്പത്തിൻ്റെ കാര്യമൊക്കെയാണ് പറയുന്നത്. നമുക്കതൊന്നും നമുക്ക് വായിക്കാൻ പഠിച്ചാൽ മതി. അല്ലാതെ അതിൻ്റെ വലിപ്പമൊന്നും നമ്മൾ കണക്ക് പിടിച്ചൊന്നും വായിക്കണ്ട. 9 ഉത്തരോത്തരേണ ഇളാവൃതം ഉത്തരോത്തരേണ എന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇളാവൃതം എന്നാക്കണം. നേന്ന് എന്നുള്ളത് വെട്ടിക്കളഞ്ഞിട്ട് ഇളാവൃതം ഒന്നാക്കുക. ഉത്തരോത്തരേണേ എന്നുള്ളത് വെട്ടിക്കളയുക. ഉത്തരോത്തരേണ ഇളാവൃതം കോമായിട്ടിട്ട് ഇളാവൃതം നീലശ്വേത ശൃംഗവാനിധി ത്രയോ രമ്യക ഹിരൺമയ കുരൂണാം വർഷാണാം മര്യാദാഗിരയ പ്രാഗായത ഉഭയത ക്ഷാരോദാവധയോ ദ്വിസഹസ്ര പൃഥവ ഏകൈകശ പൂർവസ്മാത് 2 പ്രാവശ്യം പൂർവസ്മാതുണ്ട്. പിന്നെ വായിക്കേണ്ടത് ഉത്തരോ ദശാംശാധികാംശേന ദൈർഘ്യ ഏവ ഹ്രസന്തി. പിന്നെ 10 ഏവം ദക്ഷിണേന ഇളാവൃതം നിഷധോ ഹേമകൂടോ ഹിമാലയ ഇതി പ്രാഗായതാ യഥാ നീലാദയ അയുതയോ യോജനോത്സേധ. ഹരിവർഷ കിം പുരുഷ ഭാരതാനാം യഥാ സംഖ്യം. ഏവം എന്നുള്ള വാക്ക് ദക്ഷിണേന ഇളാവൃതം നിഷധോ എന്ന് തന്നെ വായിച്ചോളുക കേട്ടോ. ഹേമകൂടോ എന്ന് തന്നെ വായിച്ചോളൂ. അതുപോലെ
വാക്കുകൾ ഇങ്ങനെയാന്നേ ഉള്ളൂ ഞാൻ പറയുന്നത്. ഹിമാലയ ഇതി പ്രാഗായത. ഹിമാലയ എന്ന പർവ്വതങ്ങൾ. പ്രാഗായത എന്ന് നീട്ടുണ്ട് കേട്ടോ. പ്രാഗായത കിഴക്ക് നീണ്ടവയും. യഥാ നീലാദയ അയുതയോജനോത്സേധ. അയുതം 10,000 യോജന ഉയരമുള്ളവയും. ഹരിവർഷ കിംപുരുഷ ഭാരതാനാം യഥാസംഖ്യം. അവിടെ നീലാദയ ആയുധയോജനോത്സേധ എന്ന് വായിക്കുകയാണ് എളുപ്പം. പ്രശ്ലേഷം അവിടെ അത് വായിക്കുകയാണെങ്കിൽ അസൗകര്യമാകും. അപ്പം നീലാദയ എന്നാക്കണം. നീലാദയ. എന്നിട്ട് യോജനോത്സേധ എന്നൊന്നിച്ച് വായിക്കാം. യോജനോത്സേധ. നീലാദയ യോജനോത്സേധ ഹരിവർഷ കിം പുരുഷ ഭാരതാനാം യഥാസംഖ്യം. 11 തഥാ ഏവ ഇളാവൃതമപരേണ പൂർവേണ ച മാല്യവത് ഗന്ധമാദനൗ ആണ് കണ്ടോ. ഗന്ധമാദനൗ എന്ന് പറയണം. ഗന്ധമാദനൗ വാ വെട്ടിക്കളയുക. എന്നിട്ട് നൗ നാക്കിയാൽ പിന്നെ ആ നായുടെ ദീർഘവും വായും വെട്ടിക്കളയുക. എന്നിട്ട് ഗന്ധമാദനൗ ആനീല നിഷധായതൗ. മാല്യവത് ഗന്ധമാദനൗ ആനീല നിഷധായതൗ. ആനീല ഔ നാക്കണം. ഗന്ധമാദനൗ ആനീല. വാ പിന്നെ വേണ്ട, ആന്നങ്ങ് നീട്ടിയാൽ മതി. ഗന്ധമാദനൗ ആനീല നിഷധാദയൗ 200 പപ്രഥതു കേതുമാല ഭദ്രാശ്വയോ സീമാനം വിദധാതേ. പപ്രഥതു വാക്ക് കിട്ടണേ. വിദധാതേ 3 തായുദ്ധ നായനകത്തെ രഥം എന്നുള്ളത് ഒഴിച്ച് ബാക്കി എല്ലാം ഇതിനകത്തുണ്ട്. വിദധാതേ. ആനീല നിഷധായതൗ 200 യോജന കേതുമാല ഭദ്രാശ്വയോ. കേതുമാലം ഭദ്രാശ്വം എന്ന ഖണ്ഡങ്ങളുടെ സീമാനം അതിൻ്റെ അതിര് വിദധാതെ നിർണയിക്കുന്നു. എല്ലാം കഴിഞ്ഞ് പപ്രഥതു. മന്ദരോ മേരുമന്ദര സുപാർശ്വ കുമുദ ഇത്യായുധയോജന വിസ്താരോന്നാഹ മേരോശ്ചതുർദിശം അവഷ്ടംഭഗിരയ ഉപക്ലുപ്താഃ. മന്ദരോ മേരുമന്ദര സുപാർശ്വ കുമുദ ഇത്യായുധയോജന. അയുധയോജനയാണ്. ഇത്യായുധയോജന അത് നമുക്ക് വായിക്കാം കേട്ടോ. ഇത്യായുധയോജന എന്ന് അവിടെ വരെ വായിക്കാം. വിസ്താരോന്നാഹ അവിടെ യോജന കഴിഞ്ഞ് കോമ ഇട്ടാൽ മതി. ഇത്യായുധയോജന വിസ്താരോന്നാഹ മേരോശ്ചതുർദിശം അവഷ്ടംഭഗിരയ ഉപക്ലുപ്ത. ആയാക്കണം മാ വെട്ടിയിട്ട്. അവഷ്ടംഭഗിരയ തീർന്നു. മേരുമന്ദരം സുപാർശ്വം കുമുദം. ആ 4 പർവ്വതങ്ങൾ അയുധയോജന വിസ്താരവും അത്ര തന്നെ ഉയരവുമുള്ള ആ മഹാമേരുവിൻ്റെ 4 ഭാഗത്തും
ചെറിയ ചെറിയ പർവ്വതങ്ങളായിട്ട് ഈശ്വരനാൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. കുറേ എണ്ണം വന്നിരിക്കുന്നു. 13 ചതുർഷു ഏതേഷു ചൂത ജംബു കദംബന്യഗ്രോധാശ്ചത്വാര ജംബു കദംബ ന്യഗ്രോധ. ഓരോ ഇതിൻ്റെ പേരാ അതൊക്കെ. ചൂത ജംബൂക അല്ല ജംബു കദംബ ന്യഗ്രോധ ചത്വാര പാദപപ്രവര പർവതകേതവ ഇവാധി സഹസ്രയോജനോന്നാഹ ഇവ അതിസഹസ്രയോജനോന്നാഹ ഇവ അതിസഹസ്ര യോജനോന്നാഹ അതിസഹസ്ര യോജനോന്നാഹ വിടപവിതതയ താവത് വിടപവിതതയ സ്തൗ സഹസ്രയോജനോന്നാഹൗ താവത് വിടപപതയ അതിസഹസ്രയോജനോന്നാഹ. യോജനോന്നാഹ എന്ന് തന്നെയാണ് കേട്ടോ. നാഹ പിന്നെ സ വെട്ടിക്കളഞ്ഞിട്ട് യോജനോന്നാഹ വിസർഗവ. താവത് വിടപ വിതതയ ശതയോജന പരിണാഹ. ഇതിൻ്റെ പേരുകളൊക്കെ എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് സംശയമുള്ളതാണ്. ഏതേഷു ചതുർഷു ഈ 4 ഭാഗത്തും ഉണ്ടല്ലോ പർവ്വതങ്ങൾ. അതാ പറയുന്നത്. ചൂത മാവ് എഴുതി വെച്ചോ കേട്ടോ. എവിടെയെങ്കിലും നമ്മൾ നോട്ട് ബുക്ക് ഉണ്ടെങ്കിൽ അതിനകത്ത് എഴുതി വെച്ചോ. ഈ ഇതിൻ്റെയൊക്കെ പേരുകൾ ഇതിൻ്റെ അർത്ഥമാണ്. പിന്നെ ചൂത മാവ്, ജംബു ഞാവൽ, കദംബ വൃക്ഷം കടമ്പ് വൃക്ഷം എന്നൊക്കെ നമ്മൾ പറയുന്നത്, ന്യഗ്രോധ ആല്, ചത്വാര പാദപ പ്രവര ഈ 4 ഉത്കൃഷ്ട വൃക്ഷങ്ങൾ അതിസഹസ്ര യോജനോന്നഹ 1000-ലധികം യോജന ഉയരമുള്ളവയും വിതതയ ഒരുപാട് ശാഖകളുള്ളതും ബ്രാഞ്ചുകളുള്ളതും താവത് ശതയോജന പരിണാഹ അത്ര തന്നെ 1000 യോജന വിസ്താരമുള്ളവയും പർവ്വതകേതവ ഇവ പർവ്വതങ്ങളുടെ കൊടിയടയാളങ്ങളെ പോലെ നിൽക്കുന്നു. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ കാണുന്ന മരങ്ങളെക്കുറിച്ചും ഒരു വർണ്ണന ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോഴും സെൻസസ് എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എത്ര എണ്ണം ഉണ്ട്, ഏതൊക്കെ തരം വൃക്ഷങ്ങളാണ് കാടുകളിലുള്ളതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നീലപർവ്വതത്തിൻ്റെ അതിനകത്ത് ഇത്രയും ഉണ്ട്. നമ്മുടെ സഹ്യപർവ്വതത്തിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ബാക്കി ഹ്രദാശ്ചത്വാര പയോമധ്വി ഇക്ഷുരസ പയ എന്ന് പറഞ്ഞാൽ പാല്. പയോമധ്വി പയഹ പാല്, പയ ദധി പയോമധ്വി ഇക്ഷുരസ കരിമ്പിൻ്റെ രസ ഇക്ഷുരസ പയോമധ്വി ഇക്ഷുരസ പാല് തൈര് പയോമധ്വി ഇക്ഷുരസ വായിച്ചല്ലോ. പയോമധ്വി ഇക്ഷുരസ ഇക്ഷുരസ കഴിഞ്ഞൊരു കോമ മൃഷ്ടജല യദുപസ്പർശിന ഉപദേവഗണ യോഗ ഐശ്വര്യാണി
സ്വാഭാവികാനി ഭരതർഷഭ ധാരയന്തി. അതായത് പാല്, തേന്, ഇക്ഷുരസം, കരിമ്പിൻ ജ്യൂസ്, ശുദ്ധജലം എന്നിവയുള്ള ആ 4 കയങ്ങൾ, 4 തടാകങ്ങൾ ഉണ്ടെന്ന് പർവ്വതങ്ങളുടെ ചുറ്റിനും. പിന്നെ 15 ദേവോദ്യാനാനി ച ഭവന്തി ചത്വാരി നന്ദനം ചൈത്രരഥം വൈഭ്രാജകം സർവതോഭദ്രമിതി. അത് പേരുകളെല്ലാം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നന്ദനം, ചൈത്രരഥം, വൈഭ്രാജകം, സർവതോഭദ്രം ഇതി ഇങ്ങനെ പേരുള്ള ചത്വാരി ദേവോദ്യാനാനി, ആ 4 ദേവ പൂന്തോട്ടങ്ങളും ഭവന്തി ഉണ്ട്. നന്ദനം, ചൈത്രരഥം, വൈഭ്രാജകം, സർവതോഭദ്രം എന്നു പേരുള്ള 4 ഉദ്യാനങ്ങൾ. യേഷു അമരപരിവൃഢ സഹസുര ലലനാ ലലാമ യൂഥപതയ. സുര ലലനാ ലലാമ യൂഥപതയ. സുരലലന എന്നുവെച്ചാൽ ദേവസ്ത്രീകളുടെ, ലലാമ യൂഥപതയ ആഭരണഭൂതങ്ങളായ ആഭരണങ്ങളൊക്കെ ധരിച്ച അവരുടെ സംഘത്തോടു കൂടിയവരും. പിന്നെന്താ യൂഥപതയ ഉപദേവഗണൈർ. ഉപദേവങ്ങളുടെ ഒരു കൂട്ടം. ഉപഗീയമാന മഹിമാന. ഉപഗീയമാന കഴിഞ്ഞ് കോമ ഇട്ടിട്ട് മഹിമാന വേറെ ഒരു വാക്കായിട്ട് വായിക്കുക. കില വിഹരന്തി, അവിടെയെല്ലാം വിഹരിച്ച് നടക്കുന്നു. എന്നോട് വായിക്കാം. യേഷു അമരപരിവൃഢ സഹസുര ലലനാ ലലാമയൂഥപതയ ഉപദേവഗണൈർ ഉപഗീയമാന മഹിമാന കില വിഹരന്തി. 17 മന്ദരോത്സംഗ ഏകാദശ ശതയോജനോത്തുംഗ എന്നാണ്. അത് 2ആയിട്ട് പിരിച്ച് വായിച്ചാൽ മതി. ശതയോജന ഉത്തുംഗ ദേവചൂത ശിരസോ ദേവചൂതം എന്ന് വെച്ചാൽ ശിരസോ ഗിരിശിഖര സ്ഥൂലാനി ഫലാനി അമൃതകൽപ്പാനി പതന്തി. ഫലാനി എന്നാക്കിയിട്ട് പിന്നെ അമൃതകൽപ്പാനി എന്നാക്കണം. പതന്തി. ഫലാനി ഫലങ്ങൾ രസമുള്ള, അതൊന്നും പറയാനില്ല അതിനകത്തെല്ലാം. ശതയോജനോത്തുംഗ ദേവചൂത ശിരസ, ദേവചൂതത്തിൻ്റെ അഗ്രത്തിൽ. ഗിരിശിഖര സ്ഥൂലാനി. 18 തേഷാം വിശീര്യമാണാനാം അതിമധുര സുരഭി സുഗന്ധി ബഹുലാരുണ രസോദേന അരുണോദ നാമ നദി മന്ദരഗിരി ശിഖരാത് നിപതന്തി പൂർവേണ ഇളാവൃതം ഉപപ്ലാവയതി. പൂർവേണ എന്ന് വായിച്ചാൽ മതി അത് കേട്ടോ. പൂർവേണ ഇളാവൃതം എന്ന് വായിക്കാൻ ശ്രമിക്കേണ്ട, അപ്പോൾ അതിനൊരു കുഴപ്പം വരും. പൂർവേണ ഇളാവൃതം ഉപപ്ലാവയതി അങ്ങനെ വായിക്കുകയാണെങ്കിൽ വൃത്തിയായിരിക്കും. 19 യദുപജോഷണാത് ഭവാന്യാ അനുചരീണാം പുണ്യജനവധൂനാം അവയവ. വധൂനാം നാക്കുക, പിന്നെ അവയവ സ്പർശ സുഗന്ധപാതോ ദശയോജനം സമന്താത് അനുവാസയതി. യദുപജോഷണാത് ഭവാന്യാ അനുചരീണാം പുണ്യജനവധൂനാം അവയവ സ്പർശ സുഗന്ധപാതോ ദശയോജനം സംബന്ധാത് അനുവാസയതി. 20 ഏവം ജംബൂഫലാനാം അത്യുച്ച നിപാതവിശീർണാനാം അനസ്തിപ്രായാണാം. പിന്നെ മീ വെട്ടിയിട്ട് ഈ ആക്കുക.
ഇഭകായ നിഭാനാം രസേന ജംബൂ നാമ നദി മേരുമന്ദര ശിഖരാത് അയുതാധിക മേരുമന്ദര ശിഖരാദയുതാധിക യോജനായൗ യാവത് ഇളാവൃതം യോജന അധികായുധ യോജനാത് അവനിതലെ അധിക ശിഖരാത് അയുധാധിക യോജനാത് പിന്നെ യോജനായാത് യോജന നോക്കട്ടെ യോജന ദൂരമുള്ള വഴി മേരു ഭൂഫലം യാവത് ഇളാവൃതം അതതിൻ്റെ താഴെ അതിന് മുകളിലത്തെ ലൈന യോജന ശിഖരാത് അയുതാധിക യോജനാത് ശിഖരാദയുധാധിക യോജനാത് അവനിതലേ ആ ദാ വെട്ടിയിട്ട് അവനിതലേ നാക്കുക അപ്പോൾ ശരിയാകില്ലേ. അവനിതലേ നിപതന്തി ശിഖരാദ അയുധാധിക യോജനാത് അവനിതലേ നിപതന്തി ദക്ഷിണേന ആത്മാനം യാവത് ഇളാവൃതം ഉപസ്യന്തയതി ശരിയായില്ലേ. നിപതന്തി യാവത് ഇളാവൃതം അവനിതലേ നിപതന്തി ദക്ഷിണേന ആത്മാനം യാവത് ഇളാവൃതം ഉപസ്യന്തയതി ഒന്നുകൂടെ വായിക്കാവേ. ഏവം ജംബൂഫലാനാം അത്യുച്ച നിപാത വിശീർണാനാം അനസ്തിപ്രായാണാം ഇഭകായ നിഭാനാം രസേന ജംബൂനാമ നദി മേരുമന്ദര ശിഖരാദയുധാധിക യോജനാത് അവനിതലേ നിപതന്തി ദക്ഷിണേനാത്മാനം യാവതിളാവൃതമുപസ്യന്തയതി. ഹരി ഓം.